ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം അതായത് ഓഗസ്റ്റ് മാസത്തിൽ വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 SUVസിനെ പറ്റിയാണ്. ഇവിടെ എന്തായാലും 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കുറച്ച് സർപ്രൈസിങ് ആയിരിക്കും. നമ്മുടെ മഹീന്ദ്രയുടെ XUV700 ആണത്. പൊതുവേ ഈ ലിസ്റ്റിൽ അങ്ങനെ വരാത്ത വണ്ടിയാണ്. കാരണം മിക്ക മാസങ്ങളിൽ ഒരു 6000 7000 ഓർ ചില സമയങ്ങളിലൊക്കെ 5000 ആ റേഞ്ചിലൊക്കെയാണ് അതിന് സെയിൽ കിട്ടാറുള്ളത്. പക്ഷെ എന്തായാലും കഴിഞ്ഞ മാസം നല്ല രീതിയിൽ തന്നെ സെയിൽ കൂടി 9007 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചത്. ഈവൻ ഓഗസ്റ്റ് 2023 നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിലും 6512 വാഹനങ്ങളുടെ സെയിൽസാണ് ഇതിന് കിട്ടിയിരുന്നത്. 2495 വാഹനങ്ങളുടെ വ്യത്യാസവും 38.31% ഗ്രോത്ത് റേറ്റും നമുക്ക് ഇയർ ഓൺ ഇയർ ബേസിസിൽ ഈ വാഹനത്തിൻ്റെ കേസിൽ കാണാൻ പറ്റും. പിന്നെ മഹീന്ദ്ര ഇപ്പോൾ അവരുടെ വാഹനങ്ങളിലൊക്കെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ഒരുപാട് ബുക്ക് ചെയ്യും, പക്ഷേ അവർക്ക് അത്രയും പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ മാറ്റാനാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ വാഹനങ്ങൾക്ക് താർ റോക്സ് അല്ലാതെ ബാക്കി എല്ലാത്തിനും ബുക്കിംഗ് ഒക്കെ കുറവാണ്. കമ്പാരിറ്റീവ്ലി വെയിറ്റിംഗ് പീരീഡ് കുറവാണ്. ഇനി അടുത്തത് 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാരയാണ്. ഗ്രാൻഡ് വിറ്റാരയ്ക്ക് കഴിഞ്ഞ മാസം 9021 വാഹനങ്ങൾ സെയിലായിരുന്നു ലഭിച്ചത്. എന്ന് വെച്ചാൽ XUV700 ഗ്രാൻഡ് വിറ്റാരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് 14 വാഹനങ്ങൾ എടുത്ത ഡിഫറൻസേ ഉള്ളൂ. എന്തായാലും 2023 ഓഗസ്റ്റിൽ 11818 വാഹനങ്ങൾ സെയിൽ ഇതിന് കിട്ടിയതായിരുന്നു. പിന്നെ ഈ വർഷം തന്നെ ഒരു മാസം ഇതിന് 15000 മുകളിലും സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ക്രെറ്റയുടെ സെയിലിനൊക്കെ ഇത് ഓവർടേക്ക് ചെയ്തതാണ്. പക്ഷെ എന്തായാലും പിന്നീട് അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെയിൽ ഇപ്പോൾ പിന്നെ 10000 താഴേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും 2797 വാഹനങ്ങളുടെ ഡിഫറൻസ് ആണ് ഇയർ ഓൺ ഇയർ ബേസിസിൽ വന്നിരിക്കുന്നത്. 23.67% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ 10 വണ്ടികളുള്ളതിൽ 2 എണ്ണത്തിനാണ് ഡീഗ്രോത്ത് റേറ്റ് ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടിയും ഇത് തന്നെയാണ്. ഇനി അടുത്തതായി 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായി വെന്യൂ ആണ്. വെന്യൂവിനും കഴിഞ്ഞ മാസം 9085 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഈ താഴെ നിൽക്കുന്ന 8, 9, 10 സ്ഥാനങ്ങളിലുള്ള വണ്ടികൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാത്തിൻ്റെയും ഡിഫറൻസ് ഒരു 50, 60, 70 റേഞ്ചൊക്കെ മാക്സിമം ഉള്ളൂ. എന്തായാലും വെന്യൂവിനും 2023 ഓഗസ്റ്റിൽ 10948 വാഹനങ്ങൾ സെയിൽ കിട്ടിയതായിരുന്നു. 1863 വാഹനങ്ങളുടെ വ്യത്യാസം ഇവിടെയും വന്നിട്ടുണ്ട്. 17.02% ഡീഗ്രോത്ത് റേറ്റ് ആണ് വെന്യൂയുടെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. അതായത് നമുക്കിവിടെയും പറയാം രണ്ടാമത് ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി എന്നൊരു രീതി പറയാം. പക്ഷേ ആകെപ്പാട് 2 വണ്ടികൾക്ക് ഡീഗ്രോത്ത് ഉള്ളൂ. അപ്പോൾ പിന്നെ രണ്ടാമത് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി എന്ന് പറഞ്ഞാലും എല്ലാം കണക്കാണ്. പിന്നെ വെന്യൂവിൻ്റെ സെയിൽ ചില മാസങ്ങളിൽ 12000 റേഞ്ചൊക്കെ പോകാറുണ്ട്. കഴിഞ്ഞ മാസം എന്തായാലും 10000 താഴെ വന്നു എന്ന് മാത്രം. ഇനി അടുത്തതായി 7th പൊസിഷനിൽ നിൽക്കുന്ന സോണറ്റാണ്. മിക്ക മാസങ്ങളിലും വെന്യൂവിൻ്റെ സെയിൽ സോണറ്റിനും കൂടുതലാണ് ആവാറുള്ളത്. പക്ഷേ കഴിഞ്ഞ മാസം എന്തായാലും സോണറ്റ് വെന്യൂവിനെ ഓവർടേക്ക് ചെയ്തു. കഴിഞ്ഞ മാസം നമ്മുടെ സോണറ്റിന് 10073 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഓഗസ്റ്റ് 2023 ജസ്റ്റ് 4120 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 5953 വാഹനങ്ങളുടെ വ്യത്യാസവും 144.49% ഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റുള്ള വണ്ടി സോണറ്റാണ്. മാത്രമല്ല മിക്ക മാസങ്ങളും 6000, 7000, 8000 ആ റേഞ്ചിലൊക്കെ ഇതിന് സെയിൽ ഉണ്ടാവാറുള്ളൂ. കഴിഞ്ഞ മാസം എന്തായാലും വലിയ രീതിയിൽ തന്നെ കൂടി 10000 മുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഈ ഫേസ് ലിഫ്റ്റ് വന്നതിൽ പിന്നെയാണ് സെയിൽ പിന്നെ നമുക്കൊരു ഹൈപ്പ് കണ്ടു തുടങ്ങിയത്. അതിനു മുന്നേയും ഈ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു. എന്തായാലും സോണറ്റിൻ്റെ കേസിൽ നല്ല കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അടുത്തതായി 6th പൊസിഷനിൽ നിൽക്കുന്ന ടാറ്റ നെക്സോൺ ആണ്. നെക്സോണിൻ്റെ ഇലക്ട്രിക് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 12289 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. ഓഗസ്റ്റ് 2023 അതായത് കഴിഞ്ഞ വർഷം 8049 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 4240 വാഹനങ്ങളുടെ വ്യത്യാസവും 52.68% ഗ്രോത്ത് റേറ്റ് ഒക്കെ ഉണ്ട്. പറഞ്ഞു വരുമ്പം ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി നെക്സോൺ ആണ്. പക്ഷേ നമ്മൾ ഈ വർഷത്തിന് തന്നെ കുറച്ച് മുന്നത്തെ ഒരു ലിസ്റ്റൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 15000 വരെയൊക്കെ ഇതിന് സെയിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം അവസാനമൊക്കെ ആയപ്പോഴേക്കും കോൺസ്റ്റൻ്റ് ആയിട്ട് 15000 റേഞ്ച് ഇതിന് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം എന്തായാലും ഒരു ഇത്തിരി കുറഞ്ഞു എന്ന് പറയേണ്ടി വരും. പഞ്ചിൻ്റെ സെയിൽ കൂടിയതുകൊണ്ട് അവർ സെയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും, അതായത് പ്രൊഡക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പണ്ട് ടാറ്റയുടെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി നെക്സോൺ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആ സ്ഥാനം പഞ്ച് ഏറ്റെടുത്തല്ലോ. അതുകൊണ്ട് നെക്സോൺ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്തതായി 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. ഫ്രോങ്സിന് കഴിഞ്ഞ മാസം 12387 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. 2023 ഓഗസ്റ്റിൽ 12764 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല, 223 വാഹനങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. 1.83% ആണ് ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര ഗ്രോത്ത് എന്ന് പറയാനൊന്നുമില്ല, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണ്. ഇയർ ഓൺ ഇയർ ബേസിസിലൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഫ്രോങ്സിൻ്റെ കേസിൽ കാണാൻ പറ്റുന്നത് എന്നും പറയാം. ഈ വണ്ടി ഇനീഷ്യലി ലോഞ്ച് ചെയ്ത സമയത്ത് അങ്ങനെ ഭയങ്കര വലിയ സെയിലൊന്നും ഇല്ലായിരുന്നു. 7000, 8000 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെയും പതുക്കെ പിടിച്ച് കയറി 12000, 10000 അതിന് മുകളിലൊക്കെ ആയിട്ട് ഇപ്പോൾ ഈ വാഹനം ആവറേജ് നിൽക്കുന്നു. ചില മാസങ്ങളിൽ ഇതിനും 15000 വരെയൊക്കെ സെയിൽ വന്നിട്ടുണ്ട്. പക്ഷേ അത് ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നതാണ്, എപ്പോഴും അങ്ങനെ വരാറില്ല.
ഇനി അടുത്തതായി 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനത്തിൻ്റെ കേസിൽ എനിക്കിപ്പോൾ വലിയ അത്ഭുതമൊന്നുമില്ല. കുറച്ച് കാലം ഞാൻ അത്ഭുതപ്പെട്ടതാണ്, അതുകൊണ്ട് ഇപ്പോൾ അത്ഭുതപ്പെടലേ നിർത്തി. മിക്കവാറും ഒക്കെ ഇതിന് 14,000 15,000 റേഞ്ചിലൊക്കെ സെയിൽ കിട്ടാറുണ്ട്. നമ്മുടെ സ്കോർപിയോ സീരീസാണ്. സ്കോർപിയോനും അതുപോലെ സ്കോർപിയോ ക്ലാസിക്കും കമ്പൈൻഡ് സെയിൽസാണ് മഹീന്ദ്ര പുറത്തു വിടാറുള്ളത്. ഇത്രയും വലിയൊരു വാഹനത്തിന് ഇത്രയും സെയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. പക്ഷേ എന്തായാലും അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മഹീന്ദ്ര കാണിച്ചു തന്നിട്ടുണ്ട്. അത്രയും ഡിമാൻഡാണ് ഈ രണ്ട് വാഹനങ്ങൾക്കും പൊതുവെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ മാസം 13,787 വാഹനങ്ങളുടെ സെയിൽസാണ് ഇതിന് രണ്ടിനും കൂടെ കിട്ടിയത്. ഓഗസ്റ്റ് 2023 9,898 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നു. ഡിഫറൻസ് വന്നിരിക്കുന്ന 3,889 വാഹനങ്ങളുടെയും അതുപോലെ 39.29% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള ഒരു വാഹനം കൂടിയാണ് നമ്മുടെ സ്കോർപിയോ സീരീസിലുള്ള വണ്ടികൾ. ഇത് പിന്നെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസങ്ങളിലൊക്കെ 15,000 റേഞ്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ സെയിൽ ഒരു ഇത്തിരി കുറഞ്ഞു എന്ന് പറഞ്ഞാലേ അത്ഭുതമുള്ളൂ. ഇനി അടുത്തതായി 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റ പഞ്ചാണ്. പഞ്ചിൻ്റെ സെയിലിന് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. സാധാരണ ഇത്തരം താഴേക്ക് വരാറില്ല, ഒരു 18,000 റേഞ്ചൊക്കെ നിൽക്കാറുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ മാസം എന്തായാലും 15,643 വാഹനങ്ങളിലേക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ ബേസിസിൽ നോക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ വലിയ വ്യത്യാസം കാണില്ല. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഏകദേശം 14,000 15,000 റേഞ്ചിൽ വിറ്റുപോയിക്കൊണ്ടിരുന്നതാണ്. 14,523 വാഹനങ്ങളുടെ സെയിലാണ് ഓഗസ്റ്റ് 2023 ഇതിന് കിട്ടിയത്. അതായത് 1,120 വാഹനങ്ങളുടെ വ്യത്യാസവും 7.71% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ മാസം നമ്മുടെ നെക്സോണിൻ്റെയൊക്കെ പണ്ടത്തെ ലെവലിലോട്ട് വന്നിട്ടുണ്ട് എന്ന് മാത്രം. അല്ലെങ്കിൽ ഈ വണ്ടി ടോപ്പ് 10 വണ്ടികൾ SUVs അല്ലാണ്ട് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്പർ 1 ആയിട്ടുണ്ട് കുറേ മാസങ്ങളിൽ. കഴിഞ്ഞ മാസം എന്തായാലും ആ ഒരു സ്ഥാനത്ത് നിന്ന് കുറച്ച് താഴേക്ക് പോകേണ്ടി വന്നു. പക്ഷേ നമ്പർ 1 ആയിരിക്കുന്നതും വേറൊരു SUV ആണ്. ഇപ്പോഴത്തെ ഈ സാധനങ്ങളൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. കഴിഞ്ഞ മാസം നമുക്കിപ്പം കഴിഞ്ഞതിന് മുന്നത്തെ മാസം ആക്ച്വലി കറക്റ്റ് ആയിരുന്നു നമ്പർ 1 SUV. കഴിഞ്ഞ മാസം ഏതാണ് ഉള്ളത് നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാവും. ടോപ്പ് 10 വണ്ടികളുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായി കാണുമായിരിക്കും. എന്തായാലും സെക്കൻഡായിട്ട് ഏറ്റവും കൂടുതൽ വിറ്റുപോയ SUV കറക്റ്റാണ്. 16,762 വാഹനങ്ങളുടെ സെയിൽസാണ് ഇതിന് കഴിഞ്ഞ മാസം കിട്ടിയത്. ഓഗസ്റ്റ് 2023 13,832 വാഹനങ്ങളുടെ സെയിലായിരുന്നു. അതായത് 2,930 വാഹനങ്ങളുടെ വ്യത്യാസം 21.18% ഗ്രോത്ത് റേറ്റുമാണ് ക്രെറ്റയിൽ വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം ക്രെറ്റ നമ്പർ 1 SUV ആയതിൽ ഞാൻ കുറച്ച് അത്ഭുതപ്പെട്ടിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം ഞാൻ കുറച്ചുകൂടി അത്ഭുതപ്പെടേണ്ടി വന്നു. കാരണം അത്രയും എക്സ്പെക്റ്റ് ചെയ്യാതിരുന്നൊരു വണ്ടിയാണ് കഴിഞ്ഞ മാസത്തെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയായത്. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രസയാണ്. ഇതിപ്പോൾ SUVസിൻ്റെ കേസിൽ മാത്രമല്ല, ടോപ്പ് 10 അല്ലാതെ ഇപ്പോൾ മൊത്തത്തിലുള്ള പൊതുവെയുള്ള എല്ലാ വണ്ടികളും എടുക്കുകയാണെങ്കിലും കഴിഞ്ഞ മാസത്തെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി പ്രസ തന്നെയായിരുന്നു. 19,190 വാഹനങ്ങളുടെ സെയിൽസാണ് കഴിഞ്ഞ മാസം പ്രസയ്ക്ക് ലഭിച്ചത്. 2023 ഓഗസ്റ്റിൽ 14,572 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 4,618 വാഹനങ്ങളുടെ വ്യത്യാസവും 31.69% ഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. പൊതുവെ എല്ലാ മാസങ്ങളും 15, 16, 17 വരെയൊക്കെ ചില മാസങ്ങളിൽ പോയിട്ടുണ്ട്, 14 പോയിട്ടുണ്ട്. പക്ഷേ 19,000 മുകളിൽ വരുന്നത് ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. ബ്രസയും അങ്ങനെ നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വാഹനങ്ങളുടെ ഒരു കൂട്ടത്തിൽ നമ്പർ 1 ആയി മാറിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 SUVസിൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.